welcome to another English class of Dise Workila. I am Subhash, your English teacher. So, in the last class, we started with the third pillar, the third L, that is leadership. Let us continue. So, women have the potential to rise to the level of leadership. നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നതിനുള്ള എല്ലാ കഴിവുകളും സ്ത്രീകൾക്കുണ്ട്. അവളിൽ പുരുഷനിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന കമ്പാഷനുണ്ട്, ഇൻക്ലൂഷൻ അവളുടെ പോളിസിയാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ട രണ്ട് പോയിന്റുകൾ, കൺസെൻസ് ബിൽഡിംഗ്, എപ്പോഴും അവളുടെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ്, അനുരഞ്ജനത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ലാസ്റ്റിൽ നമ്മൾ കണ്ടത് എന്ത് തീർത്താലും അത് ഒരു ദിവസത്തേക്കല്ല, അതിനൊരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നത്. അതാണ് നേതൃനിരയിൽ സ്ത്രീകൾ എത്തിയാൽ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഒരു തടസ്സമായി നമ്മൾ കണ്ടത് എന്താ? കോൺഫിഡൻസ് ഇല്ലായ്മ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് തുടങ്ങിയത്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഈ പാഠം തീർക്കേണ്ടിയിരിക്കുന്നത്. സോ ബി വിത്ത് മീ. റെഡി? But they need to change that mindset and reset the narrative in their favor. So what is to be done? How to improve their confidence? How to increase their confidence? Kristen Lagarde has suggestions. She has suggestions to make for removing that hurdle called a lack of confidence. And what is that? The mindset. They have to change the mindset. Women, change the mindset. You have set your mind in such a way that stands as a hurdle, that stands as an obstacle, preventing you from rising to leadership. നേതൃനിരയിലേക്ക് നിങ്ങൾ ഉയരുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. So what is to be changed? The very mindset is to be changed. അല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റാ കുഴപ്പം. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് മാറ്റം ഉണ്ടാകണം. ഓക്കെ, so but they need to change that mindset and reset the narrative in their favor. You have to reset your mind so that it will come to your favor. It will be beneficial to you. It will come to your advantage. Do you follow what I said? തടസ്സമുണ്ട്, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതിന് എന്താ കാരണമെന്ന് ചോദിച്ചു. ക്രിസ്റ്റൻ ലഗാർഡ് പറയുന്നു സ്ത്രീയുടെ മൈൻഡ് സെറ്റാണ്. അപ്പം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആ മൈൻഡ് സെറ്റ് മാറണം. ആ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റിയെടുക്കണം? അവർക്ക് അനുകൂലമായ രീതിയിൽ. ഓക്കെ, സോ it is essential that women be ready to dare the difference. So how to change that mindset? How to change that mindset? ക്രിസ്റ്റൻ ലഗാർഡിന് അതിനെക്കുറിച്ചും പറയാനുണ്ട്. മൈൻഡ് സെറ്റ് മാറണം. അതെങ്ങനെ മാറുമെന്ന് ചോദിച്ചു. Dare the difference. Dare the difference. You should show the daring. You should be daring. You should be courageous. എന്തിന്? To accept difference. Yes, the society should change. It must change. There should come a totally different setup. What you need is a totally different setup. And for that difference, you should have the daring. മാറ്റം വേണം, ഒരു വ്യത്യാസമുണ്ടാകണം. ആ വ്യത്യാസമുണ്ടാകണമെങ്കിൽ അതിനുള്ള അതാണ് വേണ്ടുന്നത്. മൈൻഡ് സെറ്റ് മാറണമെന്ന് പറഞ്ഞത് അതിനും വഴി പറയാണ് ക്രിസ്റ്റൻ ലഗാർഡ്. എങ്ങനെയാണ് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ കഴിയുന്നത്? നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിക്കണം. എന്തിനു വേണ്ടിയുള്ള ധൈര്യമാണ്? മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമുണ്ടാകണം. ഓരോ കാലഘട്ടത്തിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ കൊച്ചു കേരളത്തിൻ്റെ കഥ തന്നെ എടുത്തു നോക്കിയാൽ അൺടച്ചബിലിറ്റിയുടെ കാലഘട്ടം അത് തന്നെ മതി, അത്രമാത്രം എടുത്തു നോക്കാം. തൊട്ടുകൂടായ്മയുടെ കാലഘട്ടം, ആ തൊട്ടുകൂടായ്മയൊക്കെ മാറുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ എടുത്തു നോക്കുമ്പോൾ അവരെന്താ ചെയ്തത്? അവരുടെ മൈൻഡ് സെറ്റ് മാറ്റി.
മാറ്റുന്നതിനെ സഹായിച്ചവർ ഒരുപാട് പേരുണ്ട്, അല്ലേ? മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന് പറയാൻ ആ കാലഘട്ടത്തിൽ കുമാരനാശാനെപ്പോലുള്ള ആൾക്കാരുണ്ടായി. മനുഷ്യന്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ധൈര്യം കാണിക്കണം. എന്തിനുള്ള ധൈര്യം? മാറ്റത്തിന് വേണ്ടിയിട്ട്. സോ മൈ ഡിയർ വിമൻ സേസ് ക്രിസ്ത്യൻ ലെഗാർഡ്. ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത്, മൈ ഡിയർ വിമൻ, വാട്ട് ഈസ് ട്രബിളിംഗ് യു ഈസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഐ ഷൽ സജസ്റ്റ് എ വേ, ഐ ഷൽ സജസ്റ്റ് മീൻസ്. ഞാൻ അതിന് ഒരു വഴി പറഞ്ഞു തരാം, ഞാൻ വഴികൾ പറഞ്ഞു തരാം, ഉപാധികൾ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, റീസെറ്റ് യുവർ മൈൻഡ്. ഒന്ന്. ഇനി അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, ഡെയർ, ഷോ ദ കറേജ്. എന്തിന്? ടു മേക്ക് ഡിഫറൻസസ്. ഡെയർ ഡിഫറൻസ്. ഓക്കെ. ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് outside their comfort zone. Come out of, you see, you are safe. You are under the notion that you are safe within the four walls. ഈ 4 ചുമരുകൾക്കുള്ളിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, നിങ്ങൾ സുരക്ഷിതരാണ്. അപ്പൊ നിങ്ങൾക്കൊരു തോന്നൽ, സുരക്ഷിതരാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നു. ഇതാണോ സുരക്ഷിതത്വം? അല്ല. ഇതാണ്, ഈ മൈൻഡ് സെറ്റാണ് മാറേണ്ടത്. കുട്ടികളെയൊക്കെ നോക്കി ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്നു, അതിൻ്റെ ആ വരുമാനത്തിൽ ഞാൻ ഈ കുട്ടികളെയൊക്കെ നോക്കി അദ്ദേഹത്തെ പരിചരിച്ച് ഇങ്ങനെ പോവുക. ഇതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റാണ് മാറേണ്ടത്. അതിന് ആദ്യം പറഞ്ഞതാണ്, യു ഷുഡ് ഷോ ദ കറേജ് ഓർ ഡെയറിങ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡിഫറൻസ്. ഒന്ന്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാണ്, ടു ടേക്ക് റിസ്ക്സ്. യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക്സ്. ദിസ് വേൾഡ് ഈസ് ഫോർ ദോസ് ഹു ആർ റെഡി ടു അക്സെപ്റ്റ് റിസ്ക്സ്. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം, അല്ലേ? ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, എൻ്റെ കയ്യിൽ ഒരു 100 രൂപ കിട്ടി. ആ 100 രൂപ നഷ്ടപ്പെട്ടു പോകരുത് 100 രൂപ എന്ന് കരുതിയിട്ട് ഈ 100 രൂപ പെട്ടിയുടെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ ഞാൻ, ആ 100 രൂപ എന്നും 100 രൂപ, അതൊരു 10 വർഷക്കാലം കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് എന്ത് വിലയുണ്ട്? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 1975 അന്നാണ് ഈ അധ്യാപകൻ്റെ കുപ്പായം ആദ്യം അടിക്കുന്നത്. അന്ന് എനിക്ക് ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 300 രൂപയായിരുന്നു. ആ 300 രൂപയ്ക്ക് എനിക്ക് 125 രൂപയാണെന്ന് ഒരു പവന്. 2 പവൻ വാങ്ങാം. അപ്പോൾ 250 രൂപ അങ്ങ് മാറി. പിന്നെ 50 രൂപ. ആ 50 രൂപ കൊണ്ട് എൻ്റെ വീട്ടിലേക്കുള്ള ചിലവിൻ്റെ നല്ലൊരു ഭാഗം കൊടുക്കാൻ പറ്റും. എൻ്റെ ചിലവിനുള്ള കാര്യങ്ങളും എനിക്ക് വഹിക്കാൻ കഴിയുമായിരുന്നു. അന്നത്തെ ആ 300 രൂപയുടെ വില കണ്ടു. ഇന്ന് ആ സ്ഥാനത്ത് എനിക്ക് ഒരു സാധാരണ രീതിയിൽ ട്യൂട്ടോറിയൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് 25 മുതൽ ഒരു 30 രൂപ വരെയൊക്കെ പ്രതീക്ഷിക്കാം. 30,000 രൂപ കിട്ടുന്നു എന്ന് കരുതുക. ഒരു പവൻ വാങ്ങാൻ പറ്റില്ല. ശരിയല്ലേ? അതിൻ്റെ മൂല്യശോഷണം. അപ്പം എനിക്ക് കിട്ടിയ 100 രൂപ ഞാൻ പെട്ടിയുടെ അകത്ത് അടച്ചു പൂട്ടി വെച്ച് 10 വർഷക്കാലം കഴിഞ്ഞെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ 100 രൂപ അതുപോലെ ഇരിപ്പുണ്ട്. ഇല്ല. മറ്റൊരുവൻ എന്താ ചെയ്തത്? എൻ്റെ ഒരു സുഹൃത്ത് എന്താ ചെയ്തത്? അവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ, അവന് റിസ്കിന് തയ്യാറായി. അവൻ ആ 100 രൂപയിട്ട് ഒരു ബിസിനസ് ചെയ്തു, ഒരു റിസ്കിന് തയ്യാറാകുകയാണ്. ആ 100 രൂപ കൊണ്ട് അവനെന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? യു ഹാവ് ടു റീസെറ്റ് യുവർ മൈൻഡ്. യു ഷുഡ് ഡെയർ ഡിഫറൻസ്. യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക്. റിസ്ക് എടുക്കാൻ തയ്യാറാകണം. അടുത്ത പോയിന്റ് കൂടെ. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് their comfort zones. Women should be prepared to come out of their comfort zones. അവരിന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലായിരിക്കുന്നത്. ആ കംഫർട്ട് സോൺ വിട്ട് അത് ഉപേക്ഷിച്ച് നിങ്ങൾ പുറത്തു വരാൻ തയ്യാറാകുക. അതല്ല, അവിടെയല്ല കംഫർട്ട്. കംഫർട്ട് ഈസ് നോട്ട് there. You will feel actual comfort when you come out of the so-called comfort zone. ഈ കംഫർട്ട് സോൺ എന്ന് വിശേഷിപ്പിക്കുന്ന കംഫർട്ട് സോൺ ഇല്ലേ, അതിൽ നിങ്ങൾ പുറത്തു വരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ കംഫർട്ട് സോൺ എന്താണെന്ന് അറിയാൻ പോകുന്നത്. സോ സ്ത്രീകളെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റൂ. നിങ്ങൾ റീസെറ്റ് യുവർ മൈൻഡ്, ഡെയർ ഡിഫറൻസസ്, ബി പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക്സ്. റിസ്ക് എടുക്കാൻ തയ്യാറാകൂ. ആൻഡ് കം ഔട്ട് ഓഫ് what you call the so-called comfort zone.
മനസ്സിലാകുന്ന പോകാൻ വേണ്ടി. Nevertheless, in spite of that, despite, even those with the drive to succeed continue to face barriers. You see, there are women who have the drive. There are women who have the potential to go ahead. But even such women face so many difficulties. See, once again, nevertheless, in spite of that, even those with the drive, with that potential, with that ability, with the talent to succeed, വിജയിക്കാനുള്ള ആർജവമുള്ള കഴിവുള്ള സ്ത്രീകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? സക്സീഡ്, കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. ഈവൻ സച്ച് വിമൻ, ഈവൻ ദോസ് വിമൻ ഗിഫ്റ്റഡ് വിത്ത് പൊട്ടൻഷ്യൽ, they too face barriers, they too face hindrances. അവരും പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ നേരിടും. അപ്പോൾ കഴിവുള്ള സ്ത്രീകൾക്ക് മുന്നേറുന്നതിന് പ്രയാസമാണ്. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? പുരുഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ അതാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒരു സ്ത്രീ, അവൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ പോലും അവൾക്ക് നേരിടേണ്ടി വരുന്നു. ഈവൻ സച്ച് വിമൻ ഹാവ് ടു ഫേസ് ബാരിയേഴ്സ്. ഓക്കെ, nevertheless, even those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in the villages or executive positions for women in business. ഇന്ന് കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഗേൾസ് ഇൻ വില്ലേജസ്. ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു എന്ന് കരുതുക അത്ര എളുപ്പമല്ല. അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്ത്രീകൾ രംഗത്ത് വരികയാണെന്ന് കരുതുക. എങ്കിൽ പോലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി, ആ പാതയൊന്നും അത്ര സുഗമമല്ല. മറ്റൊന്ന്, yes, whether we are talking about providing primary education for girls in a village, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ പോലും പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് ആർക്ക് പോലും? ഈവൻ വിമൻ ഗിഫ്റ്റഡ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. മറ്റൊന്ന്, ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻ ഫോർ വിമൻ ഇൻ ബിസിനസ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ബിസിനസ് നേടിയെന്ന് വെച്ചോളൂ, ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് എത്തിയെന്ന് വെച്ചോളൂ, ആൻഡ് ദെയർ ഓൾസോ it's not easy for her to execute her work to her satisfaction. അവളുടെ സംതൃപ്തിക്ക് ഉതകുന്ന രീതിയിൽ അവളുടെ ജോലി ചെയ്തു തീർക്കാൻ ആ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എത്തിയ സ്ത്രീക്ക് കഴിയുന്നില്ല. അവൾക്ക് കഴിവുകളുണ്ട്, അവൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പോലും ഒരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ she couldn't execute the work to her satisfaction. കഴിയുന്നില്ല. തടസ്സങ്ങൾ എന്നും ഇങ്ങനെ നിലനിൽക്കുക തന്നെയാണ്. ഓക്കെ, നോക്കാം ഒന്നുകൂടെ. സോ nevertheless, listen to that sentence. It's a long one. ഒരു നീണ്ട സെന്റൻസ് ആണ്. ഒന്നുകൂടെ കേൾക്കുക, മനസ്സിലാക്കുക. In spite of that, എങ്കിലും even those with the drive to succeed continue to face barriers. വിജയദാഹമുള്ള ആൾക്കാർ, അതിനുള്ള അഭിവാഞ്ഛയുള്ള സ്ത്രീകൾ, അവർ പോലും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. Whether we are talking about providing primary education for girls, പെൺകുട്ടികൾക്ക് ഗ്രാമങ്ങളിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ ഇറങ്ങി അവിടെ തടസ്സങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്. ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ അവൾ കഴിവുള്ളവളാണ്, പക്ഷേ അനവധി പ്രതിബന്ധങ്ങൾ അവൾ നേരിടേണ്ടി വരും. മറ്റൊന്നും കൊണ്ടല്ല, സിംപ്ലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് ഷീ, അവളായിപ്പോയി എന്ന കാരണം കൊണ്ട്. നൗ ദ കൺക്ലൂഷൻ. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. Let us long for a world. Let us long for a world. When will such a world come? When will the dream of Christian God come true? എന്നാണ് ക്രിസ്ത്യൻ ലഗാർഡിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറുന്നത്? എല്ലാവരും തുല്യരായ, a society where there is no discrimination based on sex. A society where men and women enjoy equal rights. When will such a society? If you want to see such a society, you have to
യു ഹാവ് ടു, സ്ത്രീകളോടാണ് പറയുന്നത്, യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു ഫൈൻഡ് ലേബർ, യു ഹാവ് ടു റൈസ് ടു ദ ലെവൽ ലീഡർഷിപ്പ്. അങ്ങനെ ഒരു കാലം എന്നാണാവോ വരുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. ഇറ്റ് ഈസ് ഹൈ ടൈം. ദ ടൈം ഹാസ് കം. ഇറ്റ് ഈസ് ദ ഇനെവിറ്റബിലിറ്റി ഓഫ് ദ ടൈം. ഈ കാലഘട്ടത്തിന്റെ അനിർവാര്യതയാണ്. എന്തിന്? ടു ക്രിയേറ്റ് എ വേൾഡ്. അങ്ങനെ ഒരു ലോകം തീർക്കുന്നതിന്, where all women can meet their potential without impediments, without hindrances. ഒരു പ്രതിബന്ധവുമില്ലാത്ത സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. അതിനുള്ള കാലം ശരിക്കും പറഞ്ഞാൽ സമയം അതിജീവിച്ചിരിക്കുന്നു. ശരിക്കും സമയം അതിജീവിച്ചിരിക്കുന്നു. നമുക്ക് ഉയരണ്ടേ, സാമ്പത്തികമായ ഒരു ശക്തിയായി മാറണ്ടേ, ഒരു വൻശക്തിയായി മാറണ്ടേ. സ്ത്രീയുടെ സംഭാവന കൂടെ നമുക്ക് വേണ്ടേ. അവളുടെ സംഭാവന 50% ഫ്രം മെൻ ആൻഡ് 50% ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം വിമൻ. അത് സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവരും എത്തണം. എന്നാണാവോ ഈ ഇക്വാളിറ്റി ഉണ്ടാകുന്നത്? യെസ്, it is time to create a world where all women can meet their potential without impediments or prejudice. അല്ല, ഇന്ന് ശരിക്കും prejudice ആണ്. എന്തൊരു പക്ഷപാതമാണ് കാണിക്കുന്നത്. സ്ത്രീയോട് വിവേചനം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലെത്തിയിരിക്കുന്ന ആ സ്ത്രീയോടുള്ള വിവേചനം. ക്രിസ്ത്യനിലൊക്കെ അടുത്ത് തുറന്ന് പറയുന്നത് അവിടെ prejudice. ആരോട്? സ്ത്രീയോട് prejudice. ഇതെന്ന് മാറും. ഇതൊക്കെ മാറണം. മാറേണ്ട സമയമായിരിക്കുന്ന prejudice. And the world will reap. You see, when all hurdles, all hindrances vanish, when all kinds of prejudice disappear, the world will reap the benefits. From that day onwards, ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞില്ലേ, ആ മാറിയ ദിവസം മുതൽ the world will reap the benefits. ഇതിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ തുടങ്ങും. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഈ ലോകത്തെ അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി. The world will reap the benefits. The 3 L's will help us get there. So, which is the easiest way to reach there? Which is the easiest way to reach there? Achieving the 3 L's. With the help of the 3 L's. The 3 L's. The 3 L's will enable the world to rise to an enviable position. ആർക്കും അസൂയ തോന്നുന്ന രീതിയിലേക്ക് ലോകത്തെ ഉയർത്താൻ നമുക്ക് എന്താ വേണ്ടുന്നത്? The 3 L's. We need the help, the assistance of 3 L's. So the 3 L's will help us get there. If we dare the difference, the difference will deliver us. So be ready to dare the difference. Show the daring, show the courage to make a difference. It will deliver you. It will liberate you. It will emancipate you from all the hurdles. It will help you to come out of the 4 walls. ആ 4 ചുവരുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ, ഈ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളെല്ലാം ഭേദിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് കടന്നു വരാൻ നിങ്ങളെ സഹായിക്കും. എന്ത് ചെയ്താൽ? dare the difference, and it will liberate you. It will deliver you. It will emancipate you. It will empower you. It will make you equal to men. Thank you very much. These are the 4 words with which Christian Lagarde concludes her speech. ഇപ്പോൾ പാഠം തീർന്നല്ലേ? നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസിലേക്കൊക്കെ ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ പറയട്ടെ. കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരാണ്. ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് തയ്യാറാക്കാനൊക്കെ ശ്രമിച്ചു നോക്കുക. പിന്നീട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് നോട്ട്സ് തന്നതുപോലെ കുറച്ച് സഹായം ഞാൻ തരാം. പിന്നെ നിങ്ങളുടെ അഡിക്ഷൻസ് കൂടെ വരുത്തിയിട്ട് അതിനെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇന്നിപ്പോൾ ഞാൻ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നതൊക്കെ പറയാം. ഒന്ന്, നിങ്ങളുടെ സ്കൂളിൽ ക്രിസ്ത്യൻ ലഗാർഡ് എത്തുകയാണെന്ന് കരുതുക. അപ്പോൾ അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് സ്പീച്ച്,
അവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റി ശ്രമിച്ചു. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ക്രിസ്റ്റ്യൻ ലഗാർഡ് വിസിറ്റ്സ് യുവർ സ്കൂൾ. Prepare a welcome speech. Next one, an interview with the Christian Lagarde. ലഗാർഡുമായിട്ടൊരു ഇൻ്റർവ്യൂ, an imaginary interview with the Christian Lagarde. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടുന്നത് 3 L's ആണ്. അത് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ നിർദ്ദേശങ്ങളാണ്. What are your contributions? What are your suggestions? Do you have any suggestions to make? Do you have any other points to add? ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. അടുത്ത, ഈ പാഠം നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായി. ഈ പാഠം ഒരുപക്ഷെ അങ്ങ് അകലെയിരിക്കുന്ന നിങ്ങളുടെ മറ്റേതോ ഒരു സ്റ്റേറ്റിൽ കഴിയുന്ന ഒരു സുഹൃത്ത്, അവിടുത്തെ സിലബസ് ഒക്കെ വേറെ ആയിരിക്കാം, ആ കൂട്ടുകാരനറിയില്ല, അല്ലെങ്കിൽ ആ കൂട്ടുകാരിക്ക് അറിയില്ല ക്രിസ്റ്റ്യൻ ലഗാർഡിനെ കുറിച്ചും ഈ പ്രസംഗത്തെക്കുറിച്ചും. ഒരു കത്തിലൂടെ റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് എക്സ്പ്ലെയിനിങ് ദ സ്പീച്ച് ഓഫ് ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഒരു വിശദീകരണം, ചെറിയൊരു വിശദീകരണം കൊടുത്തുകൊണ്ട് ഒരു കത്ത് നിങ്ങൾ എഴുതും. ഇതിൻ്റെ ഒരു സമ്മറിയോ ആ രീതിയിൽ എന്തായാലും ശരി, നിങ്ങളുടെ ഒരു സുഹൃത്തിനൊരു കത്ത്. അടുത്ത്, സ്ത്രീ ശാക്തീകരണം, എംപവർമെന്റ് ഓഫ് വിമൻ, ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഡിബേറ്റ്. അപ്പോൾ ഡിബേറ്റ് നിങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യണം, നിങ്ങളൊരു അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യണം. നിങ്ങൾ യു ആർ ദ ക്ലാസ് ലീഡ്. അപ്പോൾ ഇന്ന ദിവസമാണ് ഇങ്ങനെ ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കണം. ആ കുട്ടികളെ ആ നോട്ടീസിൻ്റെ ഫോർമാറ്റിൽ ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ പാഠത്തെ ബേസ് ചെയ്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് ദീസ് ആർ സം ഓഫ് ദ ആക്ടിവിറ്റീസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ലെസൺ ഓർ ദിസ് സ്പീച്ച്. എല്ലാവരും ഏകദേശം മനസ്സിലാക്കി കഴിയുമെന്നുള്ള വിശ്വാസം. ഓക്കെ, താങ്ക് യു. സീ യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഡോണ്ട് ഫർഗെറ്റ് wear mask when you go out of your house, and also keep social distancing. Use sanitizer or soap to wash your hands. Thank you. Have a nice day once again.